ഇടതിന്റെ നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്ന വാർത്തകൾ കേൾക്കുന്നത് ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. CPM പതനത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് ഈ അടുത്ത കാലത്തായി നിരീക്ഷകർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഭരണപരാജയവും അഴിമതിയും കൊള്ളത്തരങ്ങളും ജനദ്രോഹ നടപടികളും അധികാരത്തിന്റെ ധാർഷ്ട്യവുമാണ് CPM നേതാക്കൾ ബി.ജെ.പിയിലേക്ക് കടന്നു വരാനുള്ള മുഖ്യ ഘടകമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. കേരളം മാറ്റത്തിന് ആഗ്രഹിക്കുന്നു, അതിന്റെ ചുവടുവയ്പായി ബി.ജെ.പിയിലേക്ക് മാറേണ്ടതുണ്ട് എന്നും നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പോൾ CPM നേതാക്കൾ ചർച്ച ചെയ്യുന്നത് മുതിർന്ന നേതാക്കളുടെ പാർട്ടി മാറ്റമാണ്. 3 വർഷം മുൻപ് വരെ മൂന്നാറിലെ CPMന്റെ മുഖമായിരുന്ന 3 വട്ടം ദേവികുളം MLAയും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന S. രാജേന്ദ്രൻ ഇന്ന് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. അതാണിപ്പോൾ നേതാക്കളുടെ ഇടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ദേവികുളം മണ്ഡലത്തിൽ നിന്ന് 1.5 പതിറ്റാണ്ടോളം രാജേന്ദ്രൻ നിയമസഭാ സാമാജികനായിരുന്നു. 1991 മുതൽ 3 ടേം ദേവികുളം മണ്ഡലം കുത്തകയാക്കിയ കോൺഗ്രസ് നേതാവ് A.K. മണിയെ 2006 തറ പറ്റിച്ചാണ് S. രാജേന്ദ്രൻ ആദ്യം നിയമസഭയിൽ എത്തുന്നത്. 2011ലും 2016ലും വിജയം ആവർത്തിച്ചു. കയ്യേറ്റ വിഷയത്തിലായാലും പെമ്പിളയൊരുമൈ സമരത്തിലായാലും മാറി മാറി വരുന്ന സബ് കളക്ടർമാരുമായി കൊമ്പുകോർക്കുന്ന കാര്യത്തിലായാലും എപ്പോഴും രാജേന്ദ്രൻ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അപ്പോഴെല്ലാം പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ S. രാജേന്ദ്രനുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടിയുമായി അകന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥി A. രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ 2022 ജനുവരിയിൽ S. രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. അന്ന് മുതൽ രാജേന്ദ്രൻ പാർട്ടി വിടുമെന്ന് അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കൂടുമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അന്നത് സംഭവിച്ചില്ല. സംസ്ഥാനം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുന്ന ഈ സാഹചര്യത്തിലാണ് രാജേന്ദ്രൻ പാർട്ടി വിട്ട് ബി.ജെ.പിയിലെത്തിയത്. ബി.ജെ.പി നേതാക്കൾ പലതവണ നേരിട്ടും ഫോണിലും ക്ഷണിച്ചെന്ന കാര്യം സ്ഥിരീകരിക്കുമ്പോഴും പാർട്ടി വിട്ടു പോകുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് രാജേന്ദ്രൻ നേരത്തെ ആവർത്തിച്ചിരുന്നത്. ഒരിക്കൽ ബി.ജെ.പിയുടെ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവേദ്കറുമായി ഡൽഹിയിലെ വസതിയിലെത്തി രാജേന്ദ്രൻ 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയത് CPMനെ പ്രതിരോധത്തിലാക്കി. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രം കോൺഗ്രസ് വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നാൽ ബന്ധുവിന്റെ വിവാഹം ക്ഷണിക്കാൻ പോയതാണെന്നും ഈ സന്ദർഭത്തിൽ പോയത് ഉചിതമായിരുന്നില്ലെന്നുമാണ് രാജേന്ദ്രൻ പിന്നീട് വിശദീകരിച്ചത്. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പാർട്ടി അംഗത്വം പുതുക്കാൻ പ്രാദേശിക നേതാക്കൾ വീട്ടിലെത്തി ഫോം കൈമാറിയിരുന്നു. എന്നാൽ സീനിയർ നേതാവായ തന്നെ അപമാനിക്കാൻ ജൂനിയർ നേതാക്കളെ വിട്ടതിൽ പ്രതിഷേധിച്ച് രാജേന്ദ്രൻ അംഗത്വം പുതുക്കാൻ തയ്യാറായില്ല. ഇതിനുശേഷം സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് രാജേന്ദ്രനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. ജയചന്ദ്രൻ, ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, MM മണി MLA എന്നിവരാണ് മൂന്നാറിലെ രഹസ്യ കേന്ദ്രത്തിൽ രാജേന്ദ്രനുമായി 2 മണിക്കൂറോളം ചർച്ച നടത്തിയത്. പിറ്റേന്ന് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ ദേവികുളം മണ്ഡലം കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുക്കുകയും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. മണ്ഡലതല പ്രചാരണത്തിന്റെ രക്ഷാധികാരിയായും രാജേന്ദ്രനെ പ്രഖ്യാപിച്ചിരുന്നു. 2021 4ാമതും നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് രാജേന്ദ്രൻ ആഗ്രഹം പ്രകടിപ്പിച്ചതു മുതലാണ് പാർട്ടിയുമായുള്ള അസ്വാരസ്യം ആരംഭിക്കുന്നത്. പാർട്ടിയുടെ പൊതുമാനദണ്ഡ പ്രകാരം രാജേന്ദ്രന് ഒരു അവസരം കൂടി നൽകാനായില്ലായിരുന്നു. പകരം DYFI സംസ്ഥാന സമിതി അംഗമായ അഡ്വക്കേറ്റ് രാജയ്ക്കാണ് സീറ്റ് നൽകിയത്. രാജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാജേന്ദ്രൻ പങ്കെടുത്തെങ്കിലും ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാകുന്നില്ലെന്ന് പ്രവർത്തകർക്കിടയിൽ അഭിപ്രായമുണ്ടായിരുന്നു. ഒരു വേദിയിലും സ്ഥാനാർത്ഥിയായ A. രാജയെ വിജയിപ്പിക്കണമെന്ന് S. രാജേന്ദ്രൻ പ്രസംഗിച്ചില്ല. MM മണിയടക്കമുള്ള ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും രാജയുടെ പേര് പറഞ്ഞില്ല. തിരഞ്ഞെടുപ്പിൽ രാജ വിജയിച്ചെങ്കിലും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ വോട്ട് കിട്ടിയില്ല, പ്രത്യേകിച്ച് രാജേന്ദ്രന് സ്വാധീനമുള്ള മേഖലകളിൽ. ഇതോടെ വിവിധ ഘടകങ്ങളിലുള്ളവരെല്ലാം കൂട്ടമായി രാജേന്ദ്രനെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു. എന്തായാലും ഇനിയും ബി.ജെ.പിയിലേക്ക് ഇടതിന്റെ മുതിർന്ന നേതാക്കൾ പടിപടിയായി പാഞ്ഞെത്തുമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.